നമസ്കാരം. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലുമെതിരെ ഒരു നടപടി എടുക്കണമെന്ന് വിചാരിച്ചാൽ അക്ഷരം പ്രതി അവരാ ഒരു നടപടി നടപ്പിലാക്കുകയും ചെയ്യും. അക്ഷരം പ്രതി അവരാ നടപടി രാജ്യത്ത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ ആരെങ്കിലും നശിപ്പിക്കണം, അതായത് തീവ്രവാദികളെയോ അല്ലെങ്കിൽ ശത്രു രാജ്യത്തിനെയൊക്കെ നശിപ്പിക്കണം, അല്ലെങ്കിൽ രാജ്യത്തിന് ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു ശത്രു നിൽക്കുന്നു കണ്ടു കഴിഞ്ഞാൽ അവരെ ഉന്മൂലനം ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവർ അത് ഉന്മൂലനം ചെയ്യുക തന്നെ ചെയ്യും. അത് സമയബന്ധിതമായി അവർ അതിനെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അതാണ് BJP-യുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതാണ് കേന്ദ്രമന്ത്രിമാരുടെ, അതാണ് ഈ BJP സർക്കാരിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. നിലവിൽ 2026 മാർച്ചോടെ ഭാരതത്തിൽ നിന്നും മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്ന് അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതോടെ തന്നെ നക്സലൈറ്റിന്റെ സാന്നിധ്യമുള്ള മിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കം അവർ അടിയറവ് പറയുകയും ചെയ്തു. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ഈ മാവോയിസ്റ്റുകൾക്ക് വലിയ രീതിയിൽ ഒരു പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കീഴടങ്ങിയാൽ നിങ്ങൾക്ക് ഇത്ര രൂപ ഒരു ധനസഹായമായിട്ട് തരും, നിങ്ങളുടെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാർ അവർക്കൊരു പാക്കേജൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പകുതിയിലേറെ മാവോയിസ്റ്റുകൾ ആയുധങ്ങളെല്ലാം താഴെ വെച്ച് കീഴടങ്ങി. പക്ഷെ കുറച്ച് മാവോയിസ്റ്റുകൾ ഇപ്പോഴും രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അവർ നമ്മുടെ കേന്ദ്ര സർക്കാരിനെതിരെ വെല്ലുവിളി നടത്തുകയാണ്. നിലവിൽ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ അമിത്ഷായ്ക്കുമെതിരെ ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നക്സലുകൾ. ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ ഓഗസ്റ്റ് 3-ന് ഭാരത് ബന്ദ് ആചരിക്കുമെന്നാണ് CPI മാവോയിസ്റ്റ് ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മാവോയിസ്റ്റുകൾക്ക് സാന്നിധ്യമുള്ള ബീഹാർ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബംഗാൾ, ആസാം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഭാരത് ബന്ദ് ഉണ്ടാവാൻ പോകുന്നത്. ആസാമിൽ പോപ്പുലർ ഫ്രണ്ടിന് സമാനമായ ഇസ്ലാമിക മതമൗലിക സംഘടനകൾ ശക്തമായതിനാൽ ഇവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് നുഴഞ്ഞുകയറ്റക്കാർക്ക് വ്യാജ ID വഴി വോട്ടവകാശം ഉണ്ടാക്കാനുള്ള ലാലു പ്രസാദ് യാദവിന്റെയും മകൻ തേജസ്വിനി യാദവിന്റെയും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും NGOകളും അതോടൊപ്പം തന്നെ ഒരു സംയുക്ത ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പൊളിച്ചിരിക്കുകയാണ്. മിക്ക പ്രീ പോൾ സർവേകളും BJP JDU സഖ്യമായ NDAക്ക് മൃഗീയമായ ഒരു ഭൂരിപക്ഷം ഒരു പ്രഖ്യാപിച്ചിരിക്കെ മിക്കവാറും ഇവിടെയും സാമൂഹ്യ വിരുദ്ധ ശക്തികൾ അട്ടിമറികൾ സൃഷ്ടിച്ചേക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ഇന്റലിജൻസ് ഏജൻസികളുടെ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത ബന്ദിലുണ്ടായ നാശനഷ്ടങ്ങൾ നിസ്സാരമായിരുന്നില്ല. ഇതിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാനുള്ള സാധ്യത കേന്ദ്ര രഹസ്യ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക്. അതേസമയം ഛത്തീസ്ഗഡ്, ബംഗാൾ, ജാർഖണ്ഡ് എന്നിവിടങ്ങളിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെങ്കിലും ഇവിടെയും കർശനമായ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. ഇന്ത്യയെ 2026 മാർച്ചോടെ നക്സൽ മുക്തമാക്കാൻ ഓപ്പറേഷൻ കാർഗിൽ എന്ന പേരിലുള്ള അമിത്ഷായുടെ ദൗത്യം പുരോഗമിക്കുകയാണ്. നക്സലേറ്റുകളുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാവോയിസ്റ്റുകൾ കൂട്ടത്തോടെ കീഴടങ്ങുകയാണ്. എതിർക്കുന്നവർ ഇന്ത്യൻ സേനയെയും അതോടൊപ്പം തന്നെ വിദഗ്ധ പരിശീലനം ലഭിച്ച പോലീസ് സംഘത്തിന്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുകയാണ്. മാവോയിസ്റ്റുകളെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടികൾക്കെതിരെ തെലങ്കാനയിലെ മുൻ മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവു പരസ്യ എതിർപ്പുമായി രംഗത്ത് വന്നിരുന്നു. കോൺഗ്രസിനും ഇടത് പാർട്ടികൾക്കും മാവോയിസ്റ്റുകളോട് അനുഭാവവുമാണ്, സ്നേഹവുമാണ്. ഇവരെല്ലാം ചേർന്ന് ചില കുഴപ്പങ്ങൾ സൃഷ്ടിച്ചേക്കാനുള്ള ഒരു ആശങ്കയും കേന്ദ്ര സർക്കാരിനുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു.
വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.